ഇപ്പോൾ എറണാകുളത്ത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിൽ. Nobody will call us we are a developing country. After few years we will be a developed country, Vikasit country. That is the aim of all of us. All of us. Be it in Kerala or in Tamil Nadu or in Bihar or in Maharashtra or Rajasthan or Bengal. All we belong to same country and with same emotions and with same targets, and that is Vikasit Bharat. We all have to contribute towards this. Today's train facility is one of that. It's one of those Vikasit Bharat targets. Let us join together, come together, think together and work together for the Vikasit Bharat. That is the aim of ours and that is the target of our country. I once again thank the Prime Minister and particularly the Railway Minister Ashwini ji for this, because they have given something different to us. Now let us think big. Now let us do big so that we will be contributing to the Vikasit Bharat concept. I wish all the committers, I congratulate all the Kerala people, Keralites and Malayali people for the very owning this Vikasit Bharat train facility. I wish that we will be having more and more facilities, not only in rail traffic, but in other sectors also. Center has always seen that Kerala is part of our country and we have to develop it at par with other parts of our country. I wish all the best to all of you. Thank you. Nanni Dhanyavadam. Thank you so much for your kind words, sir. Here is an announcement. ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്ന എല്ലാ അതിഥികളും ഓഫീഷ്യൽസിനോടും മറ്റ് യാത്രക്കാരോടും ട്രെയിൻ എത്രയും പെട്ടെന്ന് ബോർഡ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. ട്രെയിനിന്റെ ഡോർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. It's a kind request to all the passengers and other officials and guests traveling by the new Vande Bharat to kindly board the train as the doors would be closing soon. Thank you. And we'll now wait for the Honorable Prime Minister's arrival. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ സ്വദേശീയമായി വികസിപ്പിച്ച് യാത്രക്കാർക്ക് സൗഹൃദപരമായ ആധുനിക ട്രെയിനുകളാണ്. യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇവയുടെ ലക്ഷ്യം. അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ട്രെയിനുകൾ വേഗതയേറിയതും കൂടുതൽ സുഖപ്രദവുമായ യാത്രാനുഭവം യാത്രക്കാർക്ക് ഒരുക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഈ ട്രെയിനുകൾ ഇന്ത്യയിലെ യാത്രാനുഭവത്തെ വിപ്ലവകരമാക്കി മാറ്റിമറിച്ചിരിക്കുന്നു എന്നതിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ വന്ദേ ഭാരത് എക്സ്പ്രസ് പൊതുഭാരതത്തിന്റെ പ്രതിബദ്ധതയുടെയും ശേഷിയുടെയും പ്രതീകമാണ്. ഈ ട്രെയിനുകൾ അല്പം മുമ്പ് ഉദ്ഘാടന വേദിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം എൻ്റെ കൈവശമുള്ളത് അത് നിർദ്ദേശപ്രകാരം തന്നെയാണ്. കേരളത്തോട് ഈ വേദിയിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ അറിയിക്കേണ്ടതായ വിവരങ്ങളടങ്ങിയ ഒരു പ്രഭാഷണമാണ് എൻ്റെ പക്കലുള്ളത്. നമുക്ക് അവശേഷിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ സ്റ്റേജിലെ കേരളത്തിലെ ആദ്യത്തെ പൗരന്റെ പ്രസംഗം എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രിന്റഡ് സ്പീച്ച് എനിക്ക് വായിക്കാതിരിക്കുവാനും സാധിക്കുന്നില്ല. എങ്കിലും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് ഭാരതത്തിൻ്റെ യശസ്വി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നാല് പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ജയന്റ് പ്രോജക്ട്സ് ആണ് ഇന്ന് അദ്ദേഹം ഇംപ്ലിമെന്റേഷൻ വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്ദി ആദ്യം അറിയിക്കുന്നു. അതുപോലെ തന്നെ റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് ജി. വന്ദേ ഭാരത് എന്നത് നമുക്കൊന്ന് സമപ്പ് ചെയ്ത് പറയാവുന്നത് റെവല്യൂഷൻ ഓൺ റെയിൽസ്. ഇത് ഭാരതത്തിൽ വലിയ തോതിലുള്ള, ഇവിടെ മന്ത്രി ശ്രീ രാജീവ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ വരുമാനമുണ്ടാക്കുന്ന
റെയിൽ കമ്മ്യൂട്ടിംഗ് സംവിധാനമായിട്ടാണത് അറിയപ്പെടുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ ആകമാനം. കശ്മീർ വരെയും നമുക്കിത് എത്തിക്കുവാൻ സാധിച്ചെങ്കിൽ അത് വിപ്ലവാത്മകമായ ഒരു വലിയ നീക്കം തന്നെയാണ്. Very good morning to all. We stand today at the cusp of a glorious moment, witnessing the flag off of the magnificent Vande Bharat Express connecting Ernakulam to Bengaluru. This train not only links two major economic centers of India, but dramatically boosts our potential for tourism and sustainable mobility. I extend our sincere gratitude to our Honorable Prime Minister Shri Narendra Modi ji, whose vision drives this nationwide acceleration towards Viksit Bharat. But friends, Government of India's commitment to Kerala's infrastructure extends far beyond this single train. We understand that true growth requires transforming the foundational network that supports our people and economy. I want to share some tangible proof of this commitment. The railway works that have been sanctioned and are now actively changing Kerala's rail landscape. For the year 2025-26, Kerala has been allocated a record railway budget of 3,042 crores in rupees. This is 8 times the average annual outlay of rupees 372 crore during 2009 to 2014. The two Vande Bharat trains running in Kerala have received massive support from the commuters. Such modern trains must be complemented by modern stations. Under the Amrit Bharat Station scheme, we are executing a historic transformation of our railway infrastructure across Kerala in 29 stations with a sanctioned budget of more than rupees 2,000. കൂടുതൽ വിവരങ്ങളുമായി നാമി ദിനേശ് ചേരുന്നുണ്ട്. നാമി, ഇന്നത്തെ സർവീസുകളൊക്കെ എങ്ങോട്ടായിരിക്കും? ഉദ്ഘാടന ചടങ്ങിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായോ? എന്താണ് വിവരങ്ങൾ? അനുശ്രീ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു വന്ദേ ഭാരത് 4 വന്ദേ ഭാരതാണ് ഇന്ന് ഇന്ത്യക്ക് സമർപ്പിക്കുന്നത്. ഇത് 4ന്റെയും ഔദ്യോഗികമായിട്ടുള്ള ഫ്ലാഗ് ഓഫ് അല്പസമയത്തിനുള്ളിൽ തന്നെ നടക്കും. ഇപ്പോൾ ഗവർണറും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി MP ഒപ്പമുണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും മന്ത്രിമാരും എല്ലാവരും തന്നെ സംസാരിച്ചു. എല്ലാവരും ഒരുമയോടെ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വലിയ സന്തോഷമാണ്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് യാത്ര എത്രയും വേഗം എത്രയും സുഗമമായി പോയി വരിക എന്ന് പറയുന്നത്, മറ്റ് അലച്ചിലുകളൊന്നും തന്നെ ഇല്ലാതെ സമയലാഭത്തോടുകൂടി പോയി വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ബംഗളൂരുവിലേക്ക് പോകുന്ന യാത്രയൊക്കെ എത്ര ദുഷ്കരമാണെന്ന് നമുക്കറിയാം. ഇനി ആ ഒരു യാത്രയെക്കുറിച്ചുള്ള വിഷമങ്ങളൊന്നും തന്നെ വേണ്ട. സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് വന്ദേ ഭാരതിൽ സമയലാഭത്തോടുകൂടി സൗകര്യപ്രദമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളോടൊപ്പം